ഇനി ഇതൊന്നും നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ മറ്റേതെങ്കിലും NGOസിനെ വല്ലതും ഏർപ്പാടാക്കാവുന്നതൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി ഇതൊന്നും നടന്നില്ലെങ്കിൽ ഈ ചെകുത്താൻ്റെ പേരിലൊരു മെസ്സേജ് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ ചെയ്യണമെന്ന്. ആർക്കെങ്കിലും കുട്ടികളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ഇതുപോലുള്ള റാഗിങ്ങോ ഹാരാസ്മെൻറ്റ്സോ എന്തെങ്കിലും നേരിടുന്നുണ്ടെങ്കിൽ, ഓൺലൈനിൽ കിടന്ന ആൾക്കാർ തെറി വിളിക്കുന്നതിനെ പറ്റിയൊന്നും പറയണ്ട. നേരിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ഒരാളെ കൊണ്ട്, അല്ലെങ്കിൽ ഒരു സീനിയറിനെ കൊണ്ട്, അല്ല മാനേജ്മെൻറ്റ് ടീച്ചേഴ്സിനെ കൊണ്ടോ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി. അത് നമുക്ക് ഈസി എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, പുഷ്പം പോലെ ഇങ്ങനെ നുള്ളിയെടുക്കും. ഒരു പൂ നുള്ളുന്ന ലാഘവത്തോടുകൂടി തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ ഇത് വലിയ ആന മറിക്കുന്ന സംഭവം തന്നെ. ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് പോലും ഈ റാഗിങ്ങിനെതിരായിരുന്നു. റാഗിങ്ങിന് അങ്ങനെയൊന്നും ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടൊന്നുമില്ല. പിന്നെ ആരെങ്കിലും കയറി റാഗ് ചെയ്യുന്നത് കണ്ട് അവരെ നല്ല തെറിയും വിളിക്കും. തെറി വിളിക്കൽ മാത്രമല്ല, എന്തെങ്കിലും അതിനകത്തുനിന്ന് ഇനി മേലാൽ ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന അന്ന കാലത്ത് പഠിക്കുന്ന സമയത്തെ ചെയ്യാനറിയാം. അതുകൊണ്ട് ഇപ്പം അതിലും നല്ലതായിട്ട് ചെയ്തു തരാം. ആരും ഒന്നും പേടിക്കണ്ട. എന്താവശ്യമുണ്ടെങ്കിലും വേണം ഇങ്ങോട്ട് മെസ്സേജ് അയച്ചാൽ റാഗിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം തന്നെ നമുക്കത് പോലീസ് കംപ്ലയിൻ്റ് ആക്കി മാറ്റാനുള്ള നടപടികൾ എടുത്തു തുടങ്ങും. പേരൻസുമായിട്ട് സംസാരിക്കും, സ്കൂൾ മാനേജ്മെൻറ്റായിട്ടും സംസാരിക്കും, എല്ലാം ചെയ്തു തരാം. ഒന്നും പേടിക്കാനില്ല. കുറച്ച് റാഗിങ് കഥകൾ ഇപ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ട്. 1 ആയി 2 ആയി. ഒരു റാഗിങ് കാരണം ഒരു സ്കൂൾ കുട്ടി കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടുന്നു. ഇപ്പോൾ അതിൻ്റെ റാഗിങ്ങുകാരെ പിടിച്ച് 5 പേര് അറസ്റ്റിൽ. ഇപ്പോൾ 1 ആയി 2 ആയി. അതിനർത്ഥം ഇത് 1ഉം 2ഉം എന്നുള്ളതല്ല. എല്ലായിടത്തും ഇതൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വീണ്ടും എവിടെ നിന്നൊക്കെയോ ട്രെൻഡിങ് പോലെ കയറി വന്നേക്കുക. അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇനി തൊട്ട് ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റ് വരുമ്പോൾ എല്ലാവരും അറസ്റ്റ് ചെയ്ത് കുറ്റവാളികളാക്കി നമുക്ക് അവരെ ശിക്ഷിക്കാനുള്ള നടപടികൾ എടുത്ത് ഒരു പണിയായി. എന്ത് നല്ല പണിയല്ലേ. ഇനിയിപ്പോൾ പണിയില്ലാതാകത്തില്ല പോലീസുകാർക്ക്. അതാണോ ചെയ്യണ്ടേ? ഇപ്പം മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ ഇവിടെ പ്രശ്നമുണ്ട്, എവിടേക്കോ റാഗിങ് നടക്കുന്നുണ്ടോ? എവിടേക്കോ നല്ല, എല്ലായിടത്തും നടക്കുന്നുണ്ടെന്ന് വേണം കാണാൻ. കാരണം ഈ റാഗിങ് ഇപ്പോൾ 1 കണ്ടു, 2 കണ്ടു, 3 കണ്ടു, അങ്ങനെ പറയുമ്പോൾ ഒന്ന് മാത്രമല്ല ഇത്. 1 കണ്ടു കഴിഞ്ഞ പുറകെ തന്നെ അടുത്ത പരിപാടി, രണ്ടാമത്തെ റാഗിങ് എന്നും പറഞ്ഞുള്ള ഒരു കേസ് തന്നെ രജിസ്റ്റർ ആയി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത കേസാകുമ്പോൾ വീണ്ടും ഇതേ നടപടികളൊക്കെ എടുത്ത് കുറ്റവാളികളുടെ എണ്ണം കൂട്ടാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ചെയ്തുകൊണ്ട് മിണ്ടാതിരിക്കാം. അതല്ല കേട്ടോ വേണ്ടത്. ഇതിപ്പോൾ സാർ എല്ലാ കോളേജിലും പെട്ടെന്ന് തന്നെ, സ്കൂളിലെല്ലാം ഈ 10ാം ക്ലാസ്സിന് 10 വരെയൊക്കെയുള്ള 10 തൊട്ട് ഒരു 12 പോട്ടെ, 10, 11, 12, പിന്നെ ഒരു PGക്കാർക്ക് വേണ്ട, അല്ല ഗ്രാജുവേഷൻ എടുക്കുന്ന ഈ സാധനങ്ങൾക്കെല്ലാം എല്ലാ കോളേജിലും പോലീസുകാർ തന്നെ ചെന്ന് മറ്റേ ഈ MVD ഒക്കെ കാണിക്കത്തില്ലേ, ഏതെങ്കിലും പിള്ളേർ കാറിൻ്റെ വെളിയിലേക്ക് തലയിട്ടു എന്ന് പറയുമ്പോൾ ഭയങ്കര പട്ടി ഷോ കാണിക്കത്തില്ലേ, നാറിയൊരു പരിപാടി കാണിക്കത്തില്ലേ, തെണ്ടിത്തരം, അത് കാണിക്കണ്ട. അങ്ങനെയല്ല ചെയ്യേണ്ടത്. മാന്യമായ രീതിയിൽ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. വേറെ ഏതെങ്കിലും നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ നോക്കി പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഒരു ഇന്ത്യക്കാരൻ്റെ തലയിൽ ഒരു നാർത്തരം അല്ല ഒന്നും വരാൻ സാധ്യതയില്ലെന്നുള്ളത് ഈ കഴിഞ്ഞിടയ്ക്ക് ഉദ്യോഗസ്ഥരുടെ പണി കണ്ടപ്പോൾ എല്ലാവരുടെയും പണി അങ്ങനെയാണ്. ഒരു നാറിത്തരം കാണിക്കാനല്ലാതെ വേറൊന്നും കഴിവില്ലാതായി പോയ കുറച്ച് ഉദ്യോഗസ്ഥർ. അപ്പോൾ അതുകൊണ്ട് ആ നാറിത്തരം കാണിക്കാനല്ല പോകേണ്ടത്. പകരം ബോധവൽക്കരണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ എന്തൊക്കെ നിയമ നടപടികൾ എടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുക. അതിനൊക്കെ കുറച്ച് സമയം ചിലവഴിക്കാൻ പറ്റും. അതിനേക്കാൾ കൂടുതൽ സമയമാണ് നമ്മളിതിങ്ങനെ വിട്ടുകൊടുത്താൽ ഇതേ കാര്യത്തിന് വേണ്ടി, അതായത് ഇത് റാഗിങ് നടന്നു കഴിഞ്ഞ് പിടിക്കാൻ നടക്കണം, കേസുണ്ടാക്കാൻ നടക്കണം, മറ്റെടുക്കാൻ നടക്കണം. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി അറിയത്തില്ല എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ബോധവൽക്കരണം നമുക്ക് അറിയാവുന്ന പണിയല്ല. നമുക്ക് ആകെ അറിയാവുന്നത് പോക്കറ്റ് അടിക്കാനും പിടിച്ചു പറിക്കാനും ഒന്നും പോലത്തെ ഒരു പരിപാടി ആയതുകൊണ്ട് ഇതെങ്ങനെ അവതരിപ്പിക്കുമെന്ന് എനിക്കറിയത്തില്ല. വേറെ ഏതെങ്കിലും ടീമിനെ ഏൽപ്പിക്കുക, എന്നിട്ട് ഒരു നമ്പർ കൊടുക്കുക പിള്ളേർക്കെല്ലാം, ആൻറ്റി റാഗിങ് സ്ക്വാഡ്. എന്തെങ്കിലും റാഗിങ്ങിൻ്റെതായ രീതിയിൽ എന്തെങ്കിലും തോന്നിയാൽ തന്നെ അപ്പം വിളിച്ച് പറയണം. ആരെങ്കിലും ഹരാസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അറിയിക്കണം. അപ്പോൾ അവരെ പിടിച്ചുകൊണ്ട് പോയി പിന്നെ അവരെ കുറ്റവാളികളാക്കി അവരെ വലിയ കുറ്റവാളിയാക്കുക, അതല്ല കേട്ടോ. അങ്ങനെ ചെയ്യരുത്. വീണ്ടും ഇതൊക്കെ പറയാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവരിപ്പോൾ ഇതൊക്കെ മണവാളെന്ന് പറഞ്ഞൊരു യൂട്യൂബറെ കിട്ടിയപ്പോൾ കാണിച്ചു കണ്ടില്ലേ? യൂട്യൂബർമാരെ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ വലിയ കുറ്റവാളിയാക്കി മാറ്റും. ലോകത്തെ ഏറ്റവും വലിയ കുറ്റവാളി പിന്നെ അവനാവും. യൂട്യൂബിൽ എന്തോ വീഡിയോ ഇട്ടതൊക്കെ വലിയ തെറ്റായിട്ടാണ് കാണുന്നത്. ഇവിടെ ഈ നാട് നശിച്ച് കൊലപാതകവും
എന്താ പറയുക, മറ്റേ മോഷണവും പിടിച്ചുപറിയും ബലാത്സംഗവും ഒക്കെ ആയിട്ടിരിക്കുമ്പോഴാണ് യൂട്യൂബ് നോക്കിയിരിക്കുന്ന അമ്മാവന്മാരെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പറയാനല്ലേ പറ്റത്തുള്ളൂ. ഇവർക്ക് ബോധം ഉണ്ടെങ്കിൽ ഇവർ ചെയ്യത്തില്ലായിരുന്നു, പറഞ്ഞാലും മനസ്സിലാവുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഇതിനകത്ത് ചില നടപടികൾ എടുക്കേണ്ടതായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത് പിള്ളേരല്ലേ, അവിടെ മരണങ്ങൾ സംഭവിക്കുന്നു, ഭാവി തന്നെ നശിക്കുന്ന രീതിയിലത്തെ ചില പരിപാടികൾ നടന്നു പോയാൽ മാനസിക നില തെറ്റാനുള്ള സാധ്യതകളുണ്ട്. ഇതിനു മുമ്പ് റാഗിങ് എന്തുകൊണ്ട് നിരോധിച്ചു എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണങ്ങൾ തന്നെ ആയിരിക്കും ഇപ്പോഴും അതിൻ്റെ കാരണങ്ങൾ. ഇപ്പോൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുക്കണം, കാരണം പേരൻറ്റിംഗ് ഒന്നും പഴയ രീതിയിലല്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് പൊതുവെ ഇത്തരം പരിപാടികൾ ചെറുത്തു നിൽക്കാനുള്ള ശേഷി കുറവാണ്. മാനസികമായ ഒരു എന്താ പറയണ്ടേ, ആ ഒരു മനക്കെട്ടി എന്ന് പറയുന്ന സാധനമൊക്കെ കുറവുള്ള തരം പിള്ളേരെയാണ് വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. വാർത്തെല്ലാം എടുക്കുന്നു, കുഴച്ചെടുക്കുന്നു. അതുകൊണ്ട് ഈ പരിപാടി പെട്ടെന്ന് അവർക്ക് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലേ പഴയ ആളുകളല്ല ഒന്നാമത്തെ കാര്യം. പണ്ടത്തെ പിള്ളേരൊക്കെ മെൻ്റലി കുറച്ചുകൂടി സ്ട്രോങ് ആണ്. പിന്നെ അതുമല്ല, കൂടുതലും ആണുങ്ങളല്ലേ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ആണുങ്ങൾ തമ്മിലുള്ള പ്രശ്നം ആണുങ്ങൾക്ക് അറിയാമെന്ന്. ഇപ്പോൾ അങ്ങനത്തെ ആണുങ്ങളൊന്നും ഇല്ല. പിന്നെ അതിനിടെ കുറച്ച് പേര് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മറ്റ് പിള്ളേർ, ലോലഹൃദയരായ കുട്ടികൾ ആത്മഹത്യ, പിന്നെ അതുപോലെ മാനസിക നില തെറ്റൽ എന്നീ പറഞ്ഞ രീതിയിലേക്കൊക്കെ മാറാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ വീഡിയോ കാണുന്ന എല്ലാ പേരൻസും പ്രത്യേകം കുട്ടികളോട് പറയണം, റാഗ് ചെയ്യരുതെന്നും പറയണം. അഥവാ റാഗിങ് എന്ന് പറഞ്ഞ പോലത്തെ രീതിയിൽ ഫസ്റ്റ് ഇയർ പോകുന്ന എല്ലാ കുട്ടികൾക്കും പ്രത്യേക ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. എന്തെങ്കിലും തരത്തിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ വീട്ടിൽ പറയണം. വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ കോളേജ് അധികൃതർക്ക് മെയിൽ അയക്കണം. അതേ മെയിലിൻ്റെ കോപ്പി പോലീസിലും ഒക്കെ അറിയിക്കണം. പിന്നെ കുട്ടികളുടെ എന്തെങ്കിലും ചൈൽഡ് വെൽഫെയറോ അങ്ങനെയല്ല ഞാൻ പറയുകയാണ്, മറ്റേതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയിക്കണം എന്ന് ചോദിച്ചാൽ അവിടെ എല്ലാം അറിയിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ വിദ്യാഭ്യാസ വകുപ്പ് എന്നീ മേഖലകളിലേക്കെല്ലാം ലെറ്റർ അതേ സാധനത്തിൻ്റെ CC ചെറുപറാന്ന് അയച്ചു കൊടുക്കണം. മന്ത്രിക്കടക്കം പരാതി കൊടുക്കണം. അല്ലാതെ വിടരുത്. റാഗിങ് പോലത്തെ സംഭവങ്ങൾ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ ചെയ്താൽ അത് നല്ലൊരു ആക്ഷൻ ആയിരിക്കും. എന്നാൽ ഈ പറഞ്ഞ പോലെ ഇവർ പറയത്തില്ലേ, ഇതൊക്കെ ഒരു മാതൃകയാവും, ഇതൊക്കെ കണ്ടാൽ ബാക്കിയുള്ളവർ പേടിക്കും. തികഞ്ഞ മാനസികരോഗികളായ ആൾക്കാർ കാണിക്കുന്ന ക്രൈംസ് കണ്ടിട്ട് വേറൊരു മാനസികരോഗി പേടിക്കുമെന്നൊക്കെ പറയുന്ന മണ്ടത്തരം അവർ ചെയ്യുന്നത്. പക്ഷേ ഇത് അങ്ങനല്ല. ഇത് മാനസികരോഗ പ്രശ്നമൊന്നുമല്ല. ഇത് ശക്തമായ നടപടി എടുത്താൽ നല്ല വാർത്ത സൃഷ്ടിച്ച് അതുപോലെ തന്നെ എല്ലാ വാർത്തകളും എല്ലാ കോളേജിലെയും കുട്ടികൾ അറിയാനും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഭയങ്കരമായിരിക്കും എന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഇത് നിർത്താൻ പറ്റും. അതിനിപ്പോൾ കേരളത്തിലല്ല, പുറത്താണെങ്കിലും അതിന് നടപടിയെടുക്കണം. അതിന് ഇപ്പോൾ അവിടെ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അയ്യോ ഞങ്ങളുടെ പരിധിയല്ലേ എന്ന് പറയരുത്, മനസ്സിലായില്ലേ? അവിടെ ചെന്ന് പരിപാടി അവതരിപ്പിക്കാൻ ഇവിടുത്തെ പോലീസിന് കെൽപ്പുണ്ടായിരിക്കണം. അല്ലാതെ യൂട്യൂബറെ പിടിക്കാൻ മാത്രം ഉണ്ടായ പോരല്ലോ ഇത്. അല്ലാതെ ഈ പാവപ്പെട്ട ആൾക്കാരൊക്കെ പിടിക്കാനേ ഉള്ളന്നേ, അതാ വേറൊരു പ്രശ്നം. അല്ലേ വേണ്ട, ഒരു കള്ളക്കേസ് ഉണ്ടാക്കാൻ കാണിക്കുന്ന ആ ഊർജ്ജം എടുത്താൽ മതിയെന്ന്. അയ്യോ ശരിക്കും ഇവിടെ എത്രയോ പേരെ കള്ളക്കേസ് കുടുക്കിയേക്കുന്നു എന്ന് പറഞ്ഞ പോലെ ആ ഒരു ഊർജം അത് കാണിച്ചാൽ തന്നെ ചിലപ്പോൾ ഈ പരിപാടി സോൾവ് ചെയ്യാൻ പറ്റും അല്ലേ? അല്ലെ ഇനി പേരൻസിന് കാശ് കൊടുക്കേണ്ടി വരും. ഇവന്മാർക്കൊക്കെ കൈക്കൂലി കൊടുത്താലേ പണിയെടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ഇപ്പോൾ ഇടയിൽ ഒത്തിരി ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങ് കൈക്കൂലിക്കാരുടെ എണ്ണം കൂടിയേക്കുക. കൈക്കൂലിയുടെ പരാതി കേട്ടാൽ നമ്മൾ അയ്യോ ഭയങ്കര കൈക്കൂലി, എന്തിനും കൈക്കൂലി വേണമെന്നും പറഞ്ഞുകൊണ്ട് ഇരന്ന് നിൽക്കുന്ന ചില ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അതൊന്നും അധികം നാൾ ഓടത്തൊന്നുമില്ല. ഇപ്പം തന്നെ അടുത്ത് തന്നെ എന്തെങ്കിലും കേസ് കെട്ടി പിടിച്ച് പൊങ്ങിക്കഴിയുമ്പോഴേ എല്ലാവരും അറിയത്തുള്ളൂ ഇവൻ കൈക്കൂലിക്കാരനായിരുന്നു അല്ലേ എന്നുള്ളത്. അല്ലെങ്കിൽ നമുക്കറിയാൻ പറ്റും ഓരോരുത്തരൊക്കെ എന്ത് തരം ആൾക്കാരാണ്. അപ്പോൾ അവരോട് അതിൻ്റേതായ രീതിയിലുള്ള ഒരു പുച്ഛമൊക്കെ തോന്നാറുണ്ട്. കഷ്ടം തോന്നും അയാളെ കാണുമ്പോൾ. അയ്യേ എന്താ ഇങ്ങനെ, എന്തൊരു ജീവിതമല്ലേ. അപ്പം നമ്മൾ പറഞ്ഞു വന്ന കാര്യമൊന്നുമല്ല, എങ്കിലും ഇതാണ് ചെയ്യേണ്ടത്. സ്കൂൾ മാനേജ്മെൻറ്റ്, കോളേജ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ പേരൻസ്, ഇതിനകത്ത് എത്ര പേര് ഇടപെടുന്നത്. അയ്യോ ഭാവി തലമുറ വാർത്തെടുത്തുകൊണ്ടിരിക്കുകയല്ലേ. അവർ, പോലീസ്, എല്ലാവരും ഒരുപോലെ ഹ്യൂമൻ റൈറ്റ്സും ഒക്കെ ഇടപെടണം. എല്ലാവരും അവരുടേതായ രീതിയിൽ തന്നെ ഈ കോളേജ് സ്കൂൾസിലെല്ലാം ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ലെറ്റർ അയക്കുക, അവിടെ ചെന്ന് സെമിനാറോ മറ്റേ പരിപാടികളോ എന്തെങ്കിലുമൊക്കെ അവതരിപ്പിക്കുക. ഇതിനെപ്പറ്റി ഒരു ബോധവൽക്കരണം നിർബന്ധമായും കൊടുക്കുക.